കഞ്ചാവ് കേസിലോ അല്ലെങ്കിൽ മറ്റു കേസിലോ സാധാരണ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അയാൾക്ക് പിന്നെ നമുക്ക് പറയാൻ നിലയും വിലയും കിട്ടില്ല, അല്ലെങ്കിൽ അയാൾ ബഹിഷ്കരിച്ചത് അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് അത്തരം കേസുകളൊക്കെ അറിയാം. പക്ഷെ സിനിമയിൽ മാത്രം സംബന്ധിക്കുന്നതല്ല, ഏത് മലയാള സിനിമയിലേക്ക് സംബന്ധിക്കുന്നതല്ല, ഇത്തരം കേസുകൾ വരുമ്പോൾ സിനിമാ മേഖലയിലുള്ള ആരും മാറ്റുന്നില്ല. അവർക്ക് കൂടുതൽ അവരുടെ നേട്ടങ്ങൾ വലിയ തരത്തിൽ ആകർഷിക്കപ്പെടുന്നു. ഈ ആകർഷിക്കപ്പെടുന്ന പറയുമ്പോൾ അത് ചെറുപ്പക്കാരൊക്കെ ഇവരെ കൊട്ടിഘോഷിക്കുകയും അവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ മേഖലകൾ ഒറ്റപ്പെടുത്തുന്ന മേഖലകളെ പരിപോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെയെല്ലാം കൊടുക്കപ്പെടുന്നത് സിനിമയ്ക്ക് മാത്രമല്ല. ഫെഫ്റ്റയുടെ നിലപാട് മനസ്സിലായി. ഇപ്പോൾ അങ്ങനെ ഒരു ടെക്നീഷ്യനാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ ഫെഫ്റ്റ എടുക്കുന്ന നിലപാട് അത് അംഗീകരിക്കാം. പക്ഷെ ആദ്യ നിലപാട് താരത്തിൽ എടുക്കുന്നത് അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു റെക്ടിഫിക്കേഷനുള്ള ഒരു ചാൻസ് കൊടുക്കുകയോ അത് നിർദ്ദേശിക്കുകയോ ചെയ്യുന്നത്. ഈ ലഹരിയുമായിട്ട് പല ഭാഗത്തും സംസ്ഥാനങ്ങളുടെ പല സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകൾ വന്നിരിക്കുന്ന സിനിമയിലെ തന്നെ ഉണ്ടായിരുന്ന പലരും പറയുന്നത് ഇപ്പോഴത്തെ ചില നിർദ്ദേശങ്ങൾ പോകാൻ കഴിയില്ല. അങ്ങനെ ഒരാൾക്ക് ബോളിവുഡ് അണ്ടർ തിരികായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അത്തരം ഒരു ഗ്രൂപ്പൊക്കെ ലഭ്യമാക്കിയിട്ട് മറ്റോ ഉണ്ടോ? അങ്ങനെ നിങ്ങളൊക്കെ കാണുന്നു. വിഷയം വരുമ്പോൾ അത് മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഒരുപക്ഷെ സിനിമ ആയതുകൊണ്ടാണ്, എങ്കിലും ഇന്ത്യയിലൊക്കെ ഈ വിഷയം പറയുമ്പോൾ അതിനൊപ്പം നിൽക്കുക ഒരു പ്രതിബദ്ധമാണ് മാധ്യമങ്ങളടക്കം കാണിക്കുന്നു. ആ തരത്തിൽ സംശയപ്പെടുന്നു. പക്ഷെ ഇത് വലിയൊരു പരാതിയിലേക്ക് പോകണ്ട. ഇത് ആ സിനിമയുടെ വിഷയമായിട്ട് സംഘത്തിലേക്കാണ് പോകുക. ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. ആ സിനിമയുടെ പ്രവർത്തനം തന്നെ പറയുന്ന ഒരു സാഹചര്യം വരും. ചില വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ആ വിഷയമായിട്ട് ഒന്നുകിൽ മുന്നോട്ട് പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തോ സമ്മർദ്ദമുണ്ട്, പോകാൻ അവർക്ക് തന്നെ കഴിയുന്നില്ല. അങ്ങനെ സിനിമ ആരെയൊക്കെ പ്രേമിക്കുന്നുണ്ട്.
സിനിമകളിലെ പരിശോധന ഒക്കെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ ക്യാമ്പ് പോലീസിന് ഉണ്ടാകണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇത്തരം വിഷയങ്ങളായിട്ടും അങ്ങനെ കൃത്യമായിട്ട് പരിശോധന നടക്കുന്നില്ലാതെ സിനിമാ രംഗത്ത് ലോകത്താണ്. ഇത് എന്തുകൊണ്ടാണ് ഈ പരിശോധന പോലീസുകാർക്ക് നടക്കാത്തത് അല്ലെങ്കിൽ നടത്തുന്നത് എന്നാണ് പറയുന്നത്. പഴയ മലയാള സിനിമയിലാണ് ഇപ്പോൾ സിനിമ ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങൾ ചെക്ക് പോലുള്ള ചെയ്യുന്നു എല്ലാം സാധനങ്ങളും സാധനങ്ങളും മാത്രം തീരുമാനിക്കുന്ന ചെക്ക പാലിക്കുന്ന സമയത്ത് അതുകൊണ്ട്